അന്ന സഹോദരൻ്റെ വീട്ടിൽ വന്നത് ഒരു ചെറിയ കാര്യം പ്രമാണിച്ചാണ്. ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ പോരാ, സാമാന്യം ഒരു വലിയ കാര്യം എന്ന് തന്നെ പറയണം. സ്റ്റീഫൻ്റെ വീട്ടിൽ സ്റ്റീഫനും സ്റ്റീഫൻ്റെ ഭാര്യയും തമ്മിൽ അത്ര സുഖമല്ല. ഭാര്യയും ഭർത്താവും നമ്മൾ സൂക്കേടാൻ പ്രത്യേകിച്ച് വല്ല കാര്യമാണോ? പറഞ്ഞിരുന്നെങ്കിൽ സൂക്കേടാവുകയല്ലേ പതിവ്. നിസ്സാരമായൊരു കാര്യത്തിനായിരിക്കും നമ്മുടെ തുടക്കം. എന്നിട്ട് അവിടെ പിടിച്ചല്ലേ വഴക്കാവുന്നത്. ഇവിടെ അങ്ങനല്ല, ഒരു കാര്യമുണ്ട്. സ്റ്റീഫൻ്റെ വീട്ടിൽ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന ഒരു ഇംഗ്ലീഷുകാരി പെണ്ണും സ്റ്റീഫനും തമ്മിൽ എന്തോ തമ്മിൽ ആണെന്ന് സ്റ്റീഫന്റെ ഭാര്യയ്ക്ക് തോന്നി. മതിയല്ലോ, കുഴപ്പമുണ്ടാകാൻ തോന്നിയേ ഉള്ളൂ. അപ്പൊ മുതൽ ഈ കണ്ണിൽ എണ്ണയൊഴിച്ച് നടക്കാണ്. ഞാൻ കണ്ടുപിടിച്ചു. ആ സ്റ്റീഫന്റെ ഭാര്യ തൊണ്ടി സഹിതം പിടികൂടി. പിന്നെ വല്ല രക്ഷയുണ്ടോ? പിന്നെ നെഞ്ചത്തിടിയും നിലവിളിയും കരണ്ടിച്ചാട്ടവും വലിയ ബഹളമല്ലേ. അങ്ങനെ കിടക്കുകയാണ് ഈ വീട്ടിൽ. ഇവരെ ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ് അന്ന വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് സ്വാധീനശക്തിയുള്ളവളാണ് അന്ന. അത്രയും മാത്രം പറഞ്ഞാൽ പോരാ അന്നയെക്കുറിച്ച്. അന്നത്തെ റഷ്യയിലെ ഈ കഥ എഴുതപ്പെടുന്നത് ആ കാലഘട്ടം 1910 ഒക്കെയാണ്. 1905നും 10നും ഇടയ്ക്കാണ്. അന്നത്തെ റഷ്യ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം, ബ്യൂറോക്രസി കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിലെ റഷ്യയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് അന്ന. വലിയ ഉദ്യോഗസ്ഥൻ എന്ന് വെച്ചാൽ ഏകദേശം ഏതാണ്ടൊരു അംബാസഡർ സ്റ്റാറ്റസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് അന്ന. അലക്സി കരീനിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഇവളെ അന്ന കരീനിന എന്ന് വിളിക്കുന്നത്. അലക്സി കരീനിന്റെ ഭാര്യ അന്ന മോസ്കോയിൽ വന്നു കേട്ടപ്പോഴേക്ക് മോസ്കോയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് കൂടി. അവരുടെ വനിതാ സമാജം ഒന്ന് കൂടി, അല്ലെങ്കിൽ മഹിളാ സമാജം കൂടി. അവരെല്ലാം കൂടി തീരുമാനമെടുത്തു, അന്നയ്ക്കൊരു സ്വീകരണം കൊടുക്കണം. പിന്നെ നിശ്ചയമായിട്ടും കൊടുക്കണം. ഷീ ഡിസേർവ്സ് ഇറ്റ്. അവളത് അർഹിക്കുന്നുണ്ട്, കൊടുക്കണം. തീരുമാനമെടുത്തു. സ്വീകരണത്തിന് അന്നയെ ക്ഷണിച്ചു. അന്ന സ്വീകരണത്തിന് പോയി. സ്വീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്വീകരണം അറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രിക്ക് സ്വീകരണം കൊടുക്കണമെന്ന് ഞാൻ പഴയ ഇടപാട് ഞാൻ പറയുകയാണ്. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. പഴയ മന്ത്രിമാർക്ക് സ്വീകരണമൊക്കെ കൊടുത്തുകൊണ്ട് ആ സ്വീകരണം കൊടുക്കുന്നത് ആരെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ നിന്ന് തന്നെ 5-6 ആന ഇഞ്ഞ് വന്നു കഴിഞ്ഞു. നെറ്റിപ്പെട്ടും കെട്ടി ആന ഇഞ്ഞ് വന്നു കഴിഞ്ഞു. പിന്നെ 19 ചെണ്ടക്കാർ മരിക്കാൻ പോകുന്ന ഒരു അടിയം കൊണ്ട് തുടങ്ങി. പിന്നെ ആരെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളിനെ കാണുമ്പോൾ പടപടാ വെടി എന്ന് പറഞ്ഞാൽ ഓടറ എന്നർത്ഥം. ഇവരുടെ സ്വീകരണം അങ്ങനല്ല. പടിഞ്ഞാറൻ സ്റ്റൈലിലെ സ്വീകരണം. എല്ലാവരും കൂടെ കൂടുക, ആണും പെണ്ണും എല്ലാം ഒന്ന് കൂടുക. അവിടെ അച്ഛനും മകളും അമ്മാവനും അനന്തരവനും അമ്മയും മകളും അച്ഛനും മകളും എല്ലാവരും കൂടി എല്ലാവരും പാട്ടും കൂത്തും അതിനിടയ്ക്ക് കൂടെ സ്വല്പം വാട്ടീസും അതോടെ ചേർന്നാണല്ലോ പടിഞ്ഞാറൻ സ്വീകരണം. സ്വല്പം വാട്ടീസും അതിപ്പോൾ എല്ലാവരും അമ്മാവനും ശേഷക്കാരനും ഒക്കെ അടുത്തടുത്ത് നിന്ന് അവർ ഒരുമിച്ചായിരിക്കും, ഒരു പാത്രത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഇത് മോന്തി കുടിക്കുന്നത്. എന്നിട്ട് പാട്ട്, ഡാൻസ് നമ്മുടെ നാട്ടിലെ ഡാൻസ് പോലല്ല പടിഞ്ഞാറൻ ഡാൻസ്. ഇതെല്ലാം വ്യത്യസ്തമാണ്. കിഴക്കൻ നമ്മുടെ നാട്ടിലെ ഡാൻസ് കണ്ടിട്ടുണ്ടോ? ഉത്സവപ്പറമ്പിലും കൊച്ചുവെളുപ്പാൻ കാലത്തൊക്കെ ഭസ്മാസുരനും പരമേശ്വരനും എല്ലാം കൂടെ തച്ചു കൊടുത്തോണ്ട് അങ്ങ് ചാടുകല്ലേ, അതല്ലേ നമ്മുടെ ഡാൻസ്. പടിഞ്ഞാറൻ ഡാൻസ് അങ്ങനെയല്ല. ആണും പെണ്ണും കൂടെ കൈ കോർത്ത് പിടിക്കുക. അത് എന്നു പറഞ്ഞാൽ അത് ഇന്നാര് വേണമെന്നില്ല. അപ്പൊ കൈ കിട്ടുന്നതൊക്കെ തമ്മിലും കൈ കോർത്ത് പിടിക്കുക. ഒരു കൈ ശരീരത്തിന് ഒരു ഭാഗത്ത് അങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുക, പാട്ടും പാടിക്കൊണ്ട്. അങ്ങനാണല്ലോ പടിഞ്ഞാറൻ നാട്ടിലെ ഡാൻസ്. കിഴക്കൻ ഡാൻസ് നമ്മൾ കണ്ടതാണ്. പടിഞ്ഞാറൻ നാട്ടിലെ ആ ഡാൻസും പാട്ടും നടക്കുകയാണ് ആ സ്വീകരണ ഹാളിൽ. അന്ന സ്വീകരണത്തിന് ചെല്ലുമ്പോൾ ഏറ്റവും അങ്ങ് ചെല്ലുമ്പോൾ അവിടെ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അവളെ സ്വാഗതം ചെയ്തത് ഒരു പാട്ട്. നുകരൂ 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 ജീവിത മാധുരി നുകരൂ 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 ജീവിത മാധുരി നുകരൂ. അന്ന ചെന്നൊരു കസേരയിലിരുന്നു. ഈ പാട്ട് കേട്ടുകൊണ്ട് താളം പിടിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. നുകരൂ നുകരൂ മാധുരി നുകരൂ വിടർന്ന പൂകൾ വിരുന്നൊരുക്കി വിലാസലാസ്യ മനോഹരികൾ. വിടർന്ന പൂകൾ വിരുന്നൊരുക്കി വിലാസലാസ്യ മനോഹരികൾ. നുകരൂ നുകരൂ നുകരൂ
അവോയ്ഡ് ചെയ്യുന്നു.